ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലർ സേവനങ്ങൾക്കായി 98282270 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കായി 80071234 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് പുതുതായി ആരംഭിക്കുന്ന നോർക്ക അസിസ്റ്റന്റ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ നെയിം പദ്ധതിയിൽ എംപ്ലോയി കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെയിം. നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി 100 തൊഴിൽ ദിനങ്ങളിലെ ശമ്പളവിഹിതം പദ്ധതി വഴി ലഭിക്കും. സഹകരണ സ്ഥാപനങ്ങൾ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് LLP കമ്പനികൾ, അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. ഓട്ടോമൊബൈൽ, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ സംരംഭങ്ങൾക്കാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ അവസരം. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി പ്രത്യേക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 047127700523 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ചുരുങ്ങിയ അവധി ദിവസങ്ങളിലും വിമാനയാത്രക്കാർക്ക് ദുരിതം നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഒമാന്റെ ദേശീയ ദിന അവധിയും വാരാന്ത്യ അവധിയും ചേർത്ത് 4 ദിവസമാണ് ഇത്തവണ തുടർച്ചയായി ഒഴിവ് ലഭിക്കുന്നത്. ഇതോടൊപ്പം 2-3 ദിവസങ്ങൾ കൂടി അവധി സംഘടിപ്പിച്ച് നാട്ടിലേക്ക് പോയി വരാം എന്ന് കരുതിയവർക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ദുരിതം വിതയ്ക്കുന്നത്. ഇന്ന് മസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനം റദ്ദാക്കി. കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് എത്തേണ്ട വിമാനവും ക്യാൻസൽ ചെയ്തു. ഇന്നലെ തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും മസ്കറ്റ് തിരുവനന്തപുരം വിമാനവും റദ്ദാക്കിയിരുന്നു. ഒരു ഭാഗത്തുള്ള വിമാന സർവീസ് നിർത്തലാക്കിയാൽ സ്വാഭാവികമായും തിരികെ ഇതേ സെക്ടറിലേക്ക് പോകുന്ന വിമാനവും ക്യാൻസലാകും. കേരളത്തിൽ നിന്നും മസ്കറ്റിലെത്തുന്ന വിമാനം തന്നെയാണ് ഇവിടുന്നുള്ള യാത്രക്കാരുമായി തിരിച്ചു പോകുന്നത്. ഇന്നത്തെ മസ്കറ്റ് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് ദീർഘനേരം വൈകും എന്നുള്ള സന്ദേശമാണ് നിലവിൽ ലഭിക്കുന്നത്. 8 മണിക്കൂർ വൈകും എന്ന അറിയിപ്പാണ് വിമാന കമ്പനി നൽകിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഇതുപോലെ വിമാനം വൈകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും പിന്നീട് യാത്രക്കാർ വീടുകളിലേക്ക് മടങ്ങിയതിനു പിന്നാലെ വിമാനം കൃത്യസമയത്ത് പുറപ്പെടുകയും ചെയ്തിരുന്നു. ഈ വിമാനത്തിൽ ഒരു മൃതദേഹം കൊണ്ടുപോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും എന്നാൽ ആദ്യം വിമാനം വൈകുമെന്നും പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനം കൃത്യസമയത്ത് പുറപ്പെടും എന്നുള്ള അറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബന്ധപ്പെട്ടവർ മൃതദേഹം കൊണ്ടുപോകാൻ മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിരുന്നു. ഇവർക്ക് വൻ തുകയാണ് ഈ ഇനത്തിൽ നഷ്ടം വന്നത്. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് റദ്ദ് ചെയ്തതിനു ശേഷം ഒമാൻ എയർ അടക്കമുള്ള കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചു. 200 റിയാലിനടുത്താണ് നിലവിൽ ടിക്കറ്റ് നിരക്ക്. അവധി ദിവസങ്ങളിൽ പൊതുസ്ഥലങ്ങളിലെത്തുന്നവർ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ്. വ്യായാമ സംവിധാനങ്ങൾ, വിനോദ സൗകര്യങ്ങൾ, കളിസ്ഥലങ്ങൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ ഉപയോഗശൂന്യമാക്കുകയും പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ ചിത്രങ്ങൾ വരയ്ക്കുകയും കേടുപാടുകൾ വരുത്തുകയും ഭക്ഷണ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരെയാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്. ഇത് നിയമലംഘനമാണെന്നും മറ്റുള്ളവർക്കും ഇത്തരം സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണെന്നും നഗരസഭ അധികൃതർ വ്യക്തമാക്കി. പൊതുസൗകര്യങ്ങളും സംവിധാനങ്ങളും നിലനിർത്തുന്നതിന് തെറ്റായ പ്രവണതകൾ ഒഴിവാക്കണമെന്നും ഇവയെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഇടപെടണമെന്നും മസ്കറ്റ് നഗരസഭ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ അറിയിച്ചു. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെയും മസ്കറ്റ് നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയ ദിന പൊതു അവധി ദിവസങ്ങളിൽ ബീച്ചുകൾ, പൊതുസ്ഥലങ്ങൾ, പാർക്കുകൾ തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുന്ന സാഹചര്യത്തിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ നഗരസഭ ഓർമ്മപ്പെടുത്തി രംഗത്തെത്തിയത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 100 റിയാൽ പിഴ ചുമത്തുമെന്നും നഗരസഭ ഓർമ്മിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ മറ്റോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. മാലിന്യം ഇവിടങ്ങളിൽ ഉപേക്ഷിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരും. ഇക്കാര്യം വ്യക്തമാക്കി പല സ്ഥലങ്ങളിലും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്.
നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതിൻ്റെയും ഇവ നീക്കം ചെയ്യുന്നതിൻ്റെയും ചിത്രങ്ങൾ നഗരസഭയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ അധികൃതർ പങ്കുവച്ചിരുന്നു. ഒമാനിലെ മുദൈബിയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മരണം, 22 പേർക്കാണ് പരിക്കേറ്റത്. ഒന്നിലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. രാജ്യത്തെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഖസബിൽ ഇന്ന് വെടിക്കെട്ട് നടക്കും. വെടിക്കെട്ട് എളുപ്പമായി കാണുന്നതിനായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസിന്റെ വേണ്ട ഗതാഗത ക്രമീകരണവും ഉറപ്പാക്കി. മസ്കറ്റിലെ അൽഖൂദ്, സലാലയിലെ ഇത്തീൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ദേശീയ ദിനാഘോഷ വേളയിൽ വെടിക്കെട്ടുകൾ നടന്നിരുന്നു. ഇന്ത്യൻ സെക്ടറുകളിൽ സർവീസ് വർദ്ധിപ്പിക്കാനൊരുങ്ങി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ. മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് ദിവസേന ഇരട്ട സർവീസുകൾ നടത്താനാണ് ഒരുങ്ങുന്നത്. ഡൽഹിയിലേക്കുള്ള അടുത്ത മാസം 8-നും മുംബൈയിലേക്ക് 17-നും തുടങ്ങുമെന്നും ഒമാൻ എയർ അധികൃതർ വ്യക്തമാക്കി. ഈ സെക്ടറിലെ യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നതിനും വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും പരിഗണിച്ചാണ് പുതിയ സൗകര്യമൊരുക്കിയതെന്ന് ഒമാൻ എയർ അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഒമാന്റെ 54ാമത് ദേശീയ ദിനം റഷ്യയിലെ ഒമാൻ എംബസിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. റഷ്യയുടെ ഒമാൻ അംബാസിഡർ, ബെലാറസിലെ ഒമാന്റെ നോൺ റെസിഡന്റ് അംബാസിഡറുമായ അമൌദ് സലീം അൽ തുവൈഹിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. റഷ്യയുടെ അംഗീകാരമുള്ള നയതന്ത്ര സേനാംഗങ്ങൾ, മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, റഷ്യയിലെ ഒമാനി വിദ്യാർത്ഥികൾ എന്നിവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. സ്വീകരണത്തോടനുബന്ധിച്ച് ഒമാന്റെ ടൂറിസം സാധ്യതകളും അടയാളങ്ങളും ഉയർത്തിക്കാട്ടുന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ദേശീയ ദിന പൊതു അവധി ദിവസങ്ങളിലും മൊസ്സലാത്ത് പതിവ് പോലെ സർവീസ് നടത്തുന്നു. ഇന്നലെയും ഇന്നുമാണ് രാജ്യത്ത് അവധി. 2 ദിവസങ്ങളിലും ബസ്, ഫെറി സർവീസുകൾ സാധാരണ നിലയിൽ സർവീസ് നടത്തുന്നത് സാധാരണക്കാർക്കും ആശ്വാസമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 1551 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ദേശീയ ഗതാഗത കമ്പനി എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിച്ചു. വാരാന്ത്യ ദിവസങ്ങൾ ഉൾപ്പെടെ 4 ദിവസം തുടർച്ചയായി അവധി ലഭിക്കുന്നത് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനിടയാക്കും. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ 41ാമത് യോഗത്തിൽ പങ്കെടുക്കാൻ ഒമാൻ ആഭ്യന്തരമന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി ദോഹയിലെത്തി. ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിലെ അമേരി ലോഞ്ചിൽ എത്തിയ സെയ്ദ് ഹമൂദിനെയും അനുഗമിച്ച പ്രതിനിധി സംഘത്തെയും ഖത്തർ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര സുരക്ഷാ സേനാ കമാൻഡറുമായ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ താനി സ്വീകരിച്ചു. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിലെയും ആഭ്യന്തര സുരക്ഷാ സേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.